السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയിച്ചു തന്നിട്ടും തിന്മകളായി എന്തൊക്കെയുണ്ടോ അതിനെ തൊട്ട് എല്ലാം മുന്നറിയിപ്പ് തന്നിട്ടുമാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയായി ഒന്നും പഠിപ്പിച്ചു തരാൻ ബാക്കിയില്ല. ഇനി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മ എന്തൊക്കെ എന്ന് പറഞ്ഞു തരാത്തതായി ബാക്കിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 128-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു ദൂതൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയുള്ള പ്രവാചകനാണ്? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത പ്രവാചകനാണ് പ്രവാചകൻ. നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് സഹിക്കാൻ കഴിയാത്ത പ്രവാചകൻ. അതേപോലെ തന്നെ ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതിയായ താല്പര്യമുള്ളവനാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് അത്യന്തം ദയയും കാരുണ്യവുമുള്ളവനാണ് ആ പ്രവാചകൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ മുസ്ലിമീങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത പ്രവാചകൻ, മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ അതിയായ താല്പര്യമുള്ള പ്രവാചകനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ലാ യുഹിമ്മുഹു ഇല്ലാ ശഅനുക്കും, നിങ്ങളുടെ കാര്യമല്ലാതെ ഒന്നും അദ്ദേഹത്തെ അല്ലെങ്കിൽ അവിടുത്തെ ആകുലപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകുലപ്പെടുത്തിയ വല്ല കാര്യവുമുണ്ട് എങ്കിൽ അത് ഉമ്മത്തിൻ്റെ വിഷയമാണ്. ഫഇന്നഹു ലാ യുർദീഹി ഇല്ലാ ദുഖൂലുകും അൽ ജന്ന, അതേപോലെ തന്നെ നിങ്ങളുടെ സ്വർഗപ്രവേശനമല്ലാതെ ഒന്നും അവിടുത്തെ തൃപ്തിപ്പെടുത്തുന്നുമില്ല എന്നുള്ളതാണ്. മുസ്ലിമീങ്ങളുടെ സ്വർഗപ്രവേശനമാണ് പ്രവാചകന് ഏറ്റവും തൃപ്തികരമായിട്ടുള്ളത് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി വരുന്നത് ഭയപ്പെട്ട
വിശ്വാസികളുടെ ആചാര അതേപോലെ തന്നെ വിശ്വാസ സ്വഭാവ രംഗങ്ങളിൽ വരുന്ന പിഴവുകളെക്കുറിച്ച് കൃത്യമായി ദിശാബോധം നടത്തുകയും അതേപോലെ തന്നെ സത്യമാർഗത്തിന് തടസ്സം നിൽക്കുന്ന വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം ആളുകളെക്കുറിച്ചൊക്കെയുള്ള മുന്നറിയിപ്പുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ പ്രവാചകന്റെ ദൗത്യം എന്ന് പറയുന്നത് ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. 33-ാം അധ്യായം സൂറത്തു അഹ്സാബിലെ 45-46 വചനങ്ങളാണ്. യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, ഇന്നാ അർസൽനാക, താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു, ഷാഹിദൻ, സാക്ഷിയായിക്കൊണ്ട്, വമുബശ്ശിറൻ, അതേപോലെ തന്നെ സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ട്, വനദീറ, താക്കീതുകാരനായിക്കൊണ്ട്, മുന്നറിയിപ്പ് നൽകുന്നവനായിക്കൊണ്ട്, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് അനുവാദപ്രകാരം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനായിക്കൊണ്ടും പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു. വസിറാജൻ മുനീറ, പ്രകാശം നൽകുന്ന ഒരു വിളക്കുമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ നാം നിയോഗിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, ഉമ്മത്തിൻ്റെ സ്വർഗവീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ഉമ്മത്ത് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു വിഷയങ്ങൾ, അത് ഏറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് 1-2 ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാ അള്ളാഹ്. അതിലൊന്നാമത്തേത് വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാരും അതേപോലെ തന്നെ ശിർക്കുമാണ്. ആളുകളെ വഴിപിഴപ്പിക്കുന്ന, ആളുകളെ തെറ്റിലേക്ക് നയിക്കുന്ന, ആളുകളെ ശിർക്കൻ വിശ്വാസത്തിലേക്ക് എത്തിക്കുന്ന നേതാക്കന്മാർ, അതേപോലെ തന്നെ ശിർക്കൻ പ്രവർത്തനങ്ങൾ ഈ ഉമ്മത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഭയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇന്നമാ അഖാഫു അലാ ഉമ്മത്തി അൽ അഇമ്മത്തൽ മുദില്ലീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളെ വഴിതെറ്റിക്കുന്ന നേതാക്കളെയാണ് ഞാൻ എൻ്റെ ജനതയിൽ, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇദാ വുദിഅ അസ്സൈഫു ഫീ ഉമ്മത്തി ലം യുർഫ അൻഹാ ഇലാ യൗമിൽ ഖിയാമ. അതായത് അവരുടെ മേൽ വാളു പതിച്ചാൽ അന്ത്യനാൾ വരെ അത് ഉയർത്തപ്പെടുകയില്ല എന്നാണ്. ഇവിടെ ഫിത്നയാണ് ഉദ്ദേശം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധം മുതൽ ആ ഫിത്ന ആരംഭിച്ചിട്ടുണ്ട് എന്നും അങ്ങനെ വിവിധങ്ങളായ ഫിത്നകൾ മുസ്ലിം ഉമ്മത്തിൽ അനുഭവിച്ചു വരുന്നു എന്നും ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. എന്നിട്ട് തുടർന്നുള്ള ഭാഗത്ത് പ്രവാചകൻ വീണ്ടും പറയുന്നുണ്ട്, വലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. എപ്പോഴല്ലാതെ ഹത്താ തൽഹഖ ഖബാഇലു മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ, എൻ്റെ ജനതയിൽ ഒരു വിഭാഗം മുശ്രിക്കീങ്ങളോട് ചേരുന്നതുവരേക്കും അന്ത്യനാൾ സംഭവിക്കൂല. അതായത് എൻ്റെ ഉമ്മത്ത് എന്ത് ചെയ്യും? മുശ്രിക്കീങ്ങൾ ചെയ്യുന്നതുപോലെ ബഹുദൈവ ആരാധനകളിലേക്ക് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തിരിയും. അതുവരെ അന്ത്യനാൾ സംഭവിക്കില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, വീണ്ടും പറയുന്നു, വഹത്താ തഅബുദ ഖബാഇലു മിൻ ഉമ്മതി അൽ ഔസാൻ, എൻ്റെ ഉമ്മത്തിലെ ധാരാളം സംഘങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതുവരേക്കും അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന്. അപ്പോൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉമ്മത്ത് മുഹമ്മദിന് വരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതേപോലെ തന്നെ ബഹുദൈവ ആരാധന എൻ്റെ ഉമ്മത്തിലേക്ക് കടന്നു വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ നമ്മളേറെ ഭയക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നരകത്തിൽ ശാശ്വത ജീവിതം നയിക്കുന്ന ആ ശിർക്കൻ വിശ്വാസങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കൂ. നിങ്ങൾ ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് തൗഹീദാണ്. ആ തൗഹീദിൻ്റെ നേരെ വിപരീതമാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആ ശിർക്ക് അത് ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത് ഒരു അടിമയുടെ മേൽ ബാധ്യതയാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൻ മുആദിൻ ഖാല കുൻതു റദിഫൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ
യുഖാലു ലഹു ഗുഫൈറുൻ, ഗുഫൈർ എന്ന പേരുള്ള ഒരു കഴുതയുടെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലിരുന്നു കൊണ്ട് ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഫഖാല യാ മുആദ്, മുആദ് എന്ന് വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചു, ഹൽ തദ്രി ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, ഒരു അടിമക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ് എന്ന് നിനക്കറിയുമോ? അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് സ്വയം നിശ്ചയിച്ചു നൽകിയിട്ടുള്ള ഒരു അടിമക്ക് നൽകേണ്ട ബാധ്യത എന്താണ് എന്ന് നിനക്കറിയുമോ എന്നുള്ളതാണ്. അതായത് നമ്മളാകുന്ന അടിമക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ്, അതേപോലെ തന്നെ അള്ളാഹുവിന് അടിമകളോടുള്ള ബാധ്യത എന്താണ് എന്ന് നിനക്കറിയുമോ എന്ന ചോദ്യത്തിന് ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ, എനിക്കതിനെക്കുറിച്ച് അറിവില്ലെന്ന് പറഞ്ഞപ്പോൾ ഖാല, അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ, ഒരു അടിമക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത, അതായത് നമ്മളാകുന്ന അടിമക്ക് നമ്മുടെ റബ്ബിനോട് നമ്മൾ ചെയ്യേണ്ട ബാധ്യത എന്ന് പറയുന്നത് അൻ യഅ്ബുദൂഹു, അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. തീർന്നില്ല, അവിടെ കൊണ്ട് നിർത്തിയില്ല. വലാ യുശ്രികൂ ബിഹി ശൈഅ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആരാധന മാത്രം നടത്തിയാൽ പോരാ, റബ്ബിൽ പങ്കു ചേർക്കാതിരിക്കുകയും വേണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹഖുൽ ഇബാദി അലല്ലാഹി അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈഅ, ഇനി റബ്ബിന് അടിമകളോടുള്ള ബാധ്യത, എങ്ങനെയുള്ള അടിമകളോട്? മല്ലാ യുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ റബ്ബിനെ മാത്രം വിളിച്ച് ആരാധിക്കുന്ന ഒരു അടിമയോട് അള്ളാഹുവിനുള്ള ബാധ്യത എന്ന് പറയുന്നത് അല്ലാ യുഅദ്ദിബ, അവനെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, എന്താണ് ശിർക്ക്? കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്നവരാണ് ശിർക്ക് ചെയ്യുന്നവൻ. എങ്കിൽ എന്താണ് ശിർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശിർക്കു അൻ യജ്അല ലില്ലാഹി നിദ്ദ, അള്ളാഹുവിന് തുല്യനായി ഒരാളെ നിശ്ചയിക്കലാണ് ശിർക്ക് എന്ന് പറയുന്നത്. റബ്ബിന് തുല്യനായി ഒരാളെ നിശ്ചയിക്കുക എന്നുള്ളതാണ് ശിർക്ക്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു ബഖറയിലെ 22-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ അല്ലാഹുവിനെ സമന്മാരെ ഉണ്ടാക്കരുത്, വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ശിർക്ക് എന്നാൽ വിഗ്രഹാരാധനയാണ്, അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കലാണ്, അതുമല്ലെങ്കിൽ മഹാന്മാർക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണ് എന്നൊക്കെയാണ് പലപ്പോഴും ഒരു പൊതുധാരണ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളത്. ശിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹുദൈവ ആരാധനയാണ്. അതേപോലെ തന്നെ അള്ളാഹു വിഗ്രഹങ്ങളെ ആരാധിക്കലാണ്. അതേപോലെ തന്നെ മഹാന്മാർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണ് എന്നുള്ളതാണ്. അത് ഒക്കെ ശിർക്കാണ്. എങ്കിലും അതുമാത്രമാണോ ശിർക്ക് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ശിർക്ക് സംഭവിക്കുന്നത് എന്നും പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മുടെ സ്വർഗത്തിൻ്റെ വിഷയമാണ്, ഇത് നമ്മുടെ ആഖിറത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാൻ കഴിയും, അള്ളാഹുവിന് തുല്യനായി ഒരാളെ നിശ്ചയിക്കലാണ് ശിർക്ക് എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. അഥവാ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ അവന് പങ്കാളിയെ നിശ്ചയിക്കലാണ് ഷിർക്ക് എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അവിടെ തൗഹീദ് എന്താന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ഇങ്ങനെ ഷിർക്ക് വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 അടിസ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദു അസ്മാഇ വസ്സിഫാത്ത്. അല്ലെ, തൗഹീദുർ റുബൂബിയ്യ, എല്ലാത്തിൻ്റെയും റബ്ബ്, എല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്തത്, ഉണ്ടാക്കിയത് അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസം. അത് റബ്ബ് മാത്രമാണ്, വേറൊരാൾക്കും അതിൽ പങ്കില്ല. തൗഹീദുൽ ഉലൂഹിയ്യ, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്, വേറൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, വേറൊരാളോടും ആരാധനകൾ നടത്താൻ പാടില്ല. തൗഹീദു അസ്മാഇ വസ്സിഫാത്ത് മൂന്നാമത്തേതാണ്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ ഒരാളെയും പങ്കുചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ ഈ 3ലും ശിർക്ക് സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്നാമത്തേത് റുബൂബിയ്യത്തിൽ വരുന്ന ശിർക്കാണ്.
നോക്കൂ നിങ്ങൾ, നമുക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് കേട്ടു പരിചയമുള്ള അല്ലെങ്കിൽ എപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് നാരിയ സ്വലാത്ത് എന്ന് പറയുന്നത്. പ്രവാചകന്റെ ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഈജിപ്തിലെ ഇബ്രാഹിം അന്നാസി എന്ന ഒരാൾ എഴുതിയുണ്ടാക്കിയതാണ് നാരിയ സ്വലാത്ത് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒന്നുണ്ട്, അത് ഇന്നും നമ്മുടെ നാട്ടിലുള്ള സമസ്തയിലുള്ള ആളുകൾ അത് പ്രചരിപ്പിക്കുന്നുണ്ട്, അത് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിങ്ങനെ പേരെടുത്തു പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ സ്വർഗത്തിൻ്റെ വിഷയമാണ്, നമ്മുടെ നരകമോചനത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് ആരാണ് അപകടത്തിൽ എന്ന് കൃത്യമായി നമ്മൾ അറിഞ്ഞേ പറ്റൂ, നമ്മൾ പഠിച്ചേ പറ്റൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവിടെ കാണാൻ കഴിയും, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതനാലു ബിഹിൽ റഗായിബ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നാരിയ സ്വലാത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ അള്ളാഹുവിൻ്റെ മാത്രമായിട്ടുള്ള പ്രവൃത്തികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടിരുത്തുന്ന അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർക്കുന്ന ഒരു വരികളാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് തൻഹല്ലു ബിഹിൽ ഉഖദ് എന്നുള്ളതാണ്. അതായത് പരിഹരിക്കാൻ സാധിക്കാത്ത അത്യധികം പ്രയാസങ്ങളുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സാധിക്കുമെന്നാണ് അതിലൂടെ പറയുന്നത്. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ആരെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സാധിക്കും, പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നാരിയ സ്വലാത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ തൻഫരിജു ബിഹിൽ ഖുറബ്, സങ്കടങ്ങളും മനപ്രയാസങ്ങളും നീങ്ങുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ്. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമുക്കുണ്ടാകുന്ന സങ്കടങ്ങൾ, നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ അത് നീങ്ങുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടാണ് എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹിൻ്റെ റസൂലിന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, സങ്കടങ്ങൾ ഉണ്ടായപ്പോൾ അള്ളാഹിൻ്റെ റസൂല് വിളിച്ച് പ്രാർത്ഥിച്ചത് ആരോടാണ്? അള്ളാഹുവിനോട്. തേടിയതാരോടാണ്? റബ്ബിനോട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ വതുഖ്ലാ ബിഹി ഹവായിജ് എന്നുള്ളതാണ്. താൻ ഉദ്ദേശിക്കുന്ന നിറവേറ്റാൻ ഇറങ്ങി പുറപ്പെടുന്നതായ കാര്യങ്ങൾ അത് സാധിച്ചു തരുന്നതും അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടാണ്. ഞാൻ നാളെ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നാരിയ സ്വലാത്തിൻ്റെ വിശദീകരണ പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥപ്രകാരം ആ ജോലി അല്ലെങ്കിൽ ആ ബിസിനസ് സക്സസ് ആകുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടാണ്, റബ്ബിനെ കൊണ്ടല്ല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം അപകടം പിടിച്ചിട്ടുള്ള ശിർക്കൻ വിശ്വാസമാണ്. റബ്ബിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനക്ക് വകവെച്ചു കൊടുക്കുന്ന വിശ്വാസമാണ് ഇന്ന് അധികം ആളുകളിലും ഉള്ളത് എന്നുള്ളതാണ്. തീർന്നില്ല, ഉലൂഹിയത്തിൽ ശിർക്ക് വരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വഴികേടിലാകാൻ പിശാചിന് സാധിച്ചിട്ടുള്ളത് ഈ മേഖലയിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ആളുകൾ, ഇത് ചെറുതൊന്നല്ല, ചെറിയ ഒരു വിഭാഗം മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിലെ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ, ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ വഴികേടിലായിട്ടുണ്ട് എന്നുള്ളതാണ്. മൊഹിദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ് എന്ന് പൊന്മണ അബ്ദുൽ ഖാദർ മുസ്ലിയാർ തൻ്റെ ഫതാവ മുഹയ്യിസുന്ന എന്ന ഗ്രന്ഥത്തിലെ 2-ാം വാള്യത്തിലെ 38-ാമത്തെ പേജിലാണ് എഴുതിയിട്ടുള്ളത്. എന്താ പറയണത്? മൊഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങളെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ് എന്നുള്ളതാണ്. അള്ളാന്റെ റസൂൽ ഇവിടെ വന്നത് എന്തിനാ? ആദം നബി അലൈഹിസ്സലാം മുതൽ മുഴുവൻ പ്രവാചകന്മാരും ഈ ലോകത്ത് കടന്നു വന്നത് എന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ നിങ്ങൾ, മൂസ നബി അലൈഹിസ്സലാമയോട് മൂസ നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് മാത്രമായി ഒരു വാക്ക് അല്ലെങ്കിൽ എനിക്ക് മാത്രമായി ഒരു കാര്യം എനിക്ക് അറിയിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മൂസ നബി അലൈഹിസ്സലാമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, എല്ലാ അടിമകളും, അതായത് ആദം നബി മുതൽ ഞാൻ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പറയുന്നത്. അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? എല്ലാ പ്രവാചകന്മാരും കടന്നു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്, അത് പ്രബോധനം നടത്താൻ വേണ്ടിയിട്ടാണ്, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല എന്നുള്ളത്. എന്നാൽ മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന്, ബദരീങ്ങളെ കാക്കണേ എന്ന് മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ് എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്നത് അനുവദനീയാണ്, പ്രാർത്ഥന എന്നു തന്നെയാണ് അതിലുള്ളത്. ഇന്നും ആ ഗ്രന്ഥം എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇന്നും അത് വിപണിയിൽ വിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും
ഇവരുടെ പല എഴുത്തുകളിലും ഇത്തരം വാദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണികയിൽ എഴുതി വെക്കുന്നുണ്ട്. മാളിയേക്കൽ സുലൈമാൻ സഖാഫി അവിടെ പോയി ചോദിക്കുന്നുണ്ട്, ഞാൻ വഴിയിൽ ഒരു ബോർഡ് കണ്ടു, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി അത് സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമാണമാണ്, ഇബ്ലീസിന്റെ വാദമാണ് എന്ന്. നഊദുബില്ല. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് അള്ളാഹിന്റെ റസൂല് വന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയാദർശം അത് പിശാചിന്റെ വാദമാണ് എന്ന് ഇത് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ആ ഗ്രന്ഥം, ഇന്നും ആ പുസ്തകം സമൂഹ വിപണിയിലുണ്ട്. എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, തിരുത്തപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തര്യപ്പെടുത്തി എന്നുള്ളതാണ്. സുന്നി പണ്ഡിതന്മാർ മുജാഹിദികളെ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് അത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന്. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയാദർശം അത് ഇബ്ലീസിന്റെ എന്ന് മുജാഹിദീങ്ങളെ ഉണർത്തി എന്ന് സമസ്തയുടെ ലേബിളിൽ എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ തന്നെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ അവിടുത്തെ ആളുകൾ അനുഭവിക്കുമ്പോൾ ഇവിടുന്ന് ഒരു മുസ്ലിയാരെ, പ്രവാചകരെ, ഫലസ്തീന ജനങ്ങളെ രക്ഷിക്കണേ, അവരെ കാക്കണേ എന്ന് ഒരു മടിയുമില്ലാതെ പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ക്ലിപ്പുകൾ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മുദബ്ബിറുൽ ആലമാണ് CM മടവൂര് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ സമസ്തയിലെ വലിയ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന അസ്ഹരി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, നോളേജ് സിറ്റിയിൽ ഞങ്ങൾ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ കടമ്പ കടക്കാൻ വേണ്ടി ബദരീങ്ങളെ വിളിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആ കടമ്പ നിവർത്തി കിട്ടി എന്ന് അസ്ഹരി പ്രസംഗിച്ചത് ഇന്നും സമൂഹ മാധ്യമങ്ങളുണ്ട്. ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിച്ചു. ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്തത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ആശയത്തിന് വിരുദ്ധമായി കൊണ്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുശ്രിക്കീങ്ങൾ എന്ത് ആശയമാണോ സമൂഹത്തെ പഠിപ്പിച്ചത്, ആ ആശയത്തെ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ബദരീങ്ങളുടെ പേരുപയോഗപ്പെടുത്തുകയാണ് ഇത്തരം പുരോഹിതന്മാർ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ബദർ മൗലൂദ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ കാലങ്ങളിൽ വായിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടോ കേട്ടിട്ടൊക്കെ ഉണ്ടാകും. അതിൻ്റെ മുഖവുരയിൽ തന്നെ അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവിടെ എഴുതുന്നുണ്ട്. എന്താണ് ഈ ബദർ മൗലിദിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്ന് അതിൽ വ്യക്തമായി എഴുതി. ഉദ്ദേശ സഫലീകരണവും അതേപോലെ തന്നെ ബലാ മുസീബത്തുകൾ നീങ്ങിക്കിട്ടാൻ ബദരീങ്ങളെയാണ് വിളിക്കേണ്ടത്. കർബുകൾ, പ്രയാസങ്ങൾ, മുസീബത്തുകൾ, പ്രതിസന്ധികൾ നീങ്ങിക്കിട്ടാൻ അവിടുന്ന് ബദരീങ്ങളെ വിളിച്ചാൽ മതി എന്ന്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിസന്ധി ഉണ്ടായപ്പോൾ എന്താ ചെയ്തത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കാണാൻ കഴിയും. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കർബ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ നീയാണ് എൻ്റെ റബ്ബ്, നീയല്ലാതെ നിന്നിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്ന്. എന്നാൽ ഇതേ ബദർ മൗലിദിൽ ബദരീങ്ങൾ എന്തിനാണോ യുദ്ധം ചെയ്തത് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ വിശേഷമാണ്. കർബ് മാറിക്കിട്ടണമെങ്കിൽ ഓരെ വിളിച്ചാൽ മതി എന്ന്. അതേപോലെ തന്നെ അവരുടെ പല ഉദാഹരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സമസ്ത ഉണ്ടാക്കപ്പെട്ടതു തന്നെ മുഹൈദ്ദീൻ ഷേഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ് എന്ന്. സമസ്ത ഉണ്ടായത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മുഹൈദ്ദീൻ ഷേഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കൊട്ടപ്പുറം സംവാദം, അതിൻ്റെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ പക്ഷത്തുള്ള പണ്ഡിതൻ ലേഖനം എഴുതി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് ധാരാളം ആയത്തുകൾ ഞാൻ ഓതി എന്നാണ്. നോക്കൂ നിങ്ങൾ, എന്തിനാ ഖുർആൻ ഇറങ്ങിയത്? അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിക്കാനാണ് ഖുർആൻ ഇറങ്ങിയത്. എന്നാൽ ഈ ഖുർആൻ ഓതിക്കൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ധാരാളം തെളിവുകൾ ഖുർആനിൽ നിന്ന് ഞാൻ ഓതി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വാമൊഴിയായി വരമൊഴിയായി കൊണ്ടൊക്കെ ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ടുള്ള CM മടവൂരിൻ്റെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ കൃത്യമായി പറഞ്ഞു, മരിക്കുമ്പോൾ CMന്റെ നോട്ടം കിട്ടാൻ നമുക്ക് തൗഫീക്ക് കിട്ടട്ടെ എന്ന് അവിടെ വന്ന് പ്രസംഗിച്ച പല ആളുകൾ പ്രസംഗിച്ച സംഗതിയാണ്. മരിക്കുമ്പോൾ CMന്റെ നോട്ടം കിട്ടിയാൽ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ റബ്ബിൻ്റെ തൗഫീക്ക് അതൊന്നും വേണ്ട, CMന്റെ നോട്ടം കിട്ടിയാൽ മതി എന്നുള്ളത്
നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ CM മടവൂരിൻ്റെ മായാത്ത മുദ്രകൾ എന്നുള്ള പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് പോലീശകൾ പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഹജ്ജിന് പണ്ടയ കാലത്ത് ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ കാറ്റും കോള് വന്ന് ഇറങ്ങിയപ്പോൾ അതിൽ പിന്നെ ഉത്തരേന്ത്യയിലുള്ള ഒരു പണ്ഡിതൻ്റെയും അതേപോലെ തന്നെ CMൻ്റെയും അരികിൽ ആ കപ്പലിലുള്ള ആളുകൾ പോയി പറഞ്ഞു, മൗനിയായിരുന്നു, അതിനുശേഷം ഇനി പ്രശ്നമില്ല, എല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണ്. കപ്പലിൽ ആടി വരാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് യൂനുസ് നബി അലൈഹി ഇസ്ലാം വരെ എടുത്ത് ചാടേണ്ടി വന്നു. നിങ്ങൾ നോക്കൂ നിങ്ങൾ. അപ്പം ഇത്തരം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള തൗഹീദുൽ ഉലൂഹിയത്തിൽ തന്നെ ഇന്ന് ഇത്തരം ആളുകൾക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, പച്ചയായ ശിർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തേതാണ് തൗഹീദു അസ്മാഇ വസ്സിഫാത്ത്. അസ്മാ വസിഫാത്തിൽ ശിർക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ വിശേഷണമാണല്ലോ അസ്സമീ അൽ ബസീർ, അല്ലെ? അസ്സമീ, എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പരിധികളില്ലാതെ കേൾക്കാൻ കഴിയുന്നവൻ അത് റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹു ബസീറാണ്, എല്ലാം കാണാൻ കഴിയുന്നവനാണ്. അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട റുബൂബിയത്ത് മുഹിദ്ദീൻ മാലയിലൂടെ മുഹിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലക്ക് വകവെച്ചു കൊടുക്കുന്ന നമുക്ക് കാണാൻ കഴിയും. വല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാതുത്തരം ഞാൻ പിന്നെ നൽകുമെന്നോവർ എന്ന് അദ്ദേഹത്തിൻ്റെ പിന്നെ വരികളായിട്ട് മുഹിദ്ദീൻ മാലയിൽ പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം കേൾക്കുന്നവൻ. മരിച്ചുപോയ മൊഹീദ്ദീൻ ഷെയ്ഖ്, നിങ്ങൾ ഇവിടുന്ന് വിളിച്ചോളി, ഞങ്ങൾക്ക് ഉത്തരം നൽകാം. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്സമീ, എല്ലാം കേൾക്കുന്നവരെന്നുള്ള റബ്ബിൻ്റെ ആ വിശേഷണത്തിൽ ആരെ കൊണ്ടുപോയി വെച്ചു? മൊഹീദ്ദീൻ ഷെയ്ഖിനെ കൊണ്ടുപോയി വെച്ചു. ശിർക്ക് വിശ്വാസം അതിൽ കലർന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, അല്ലേ? നിങ്ങളുടെ കൽബിലുള്ളത്, ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നത് പോലെ നിങ്ങളെ ഹൃദയത്തിലുള്ളത് ഞാൻ അറിയുമെന്നുള്ളത്, ഞാൻ കാണുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനാണ്. പ്രിയമുള്ളവരെ, ഈ മതിലിനപ്പുറത്തുള്ളത് കാണാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ കാഴ്ചക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. പരിധികളില്ലാതെ പരിമിതികളില്ലാതെ കാണാൻ കഴിയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. എന്നാൽ അങ്ങനെ കാണാൻ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലക്ക് കഴിയുമെന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ശിർക്ക് വരുന്നതിനെ മുസ്ലിം ഉമ്മത്ത് പ്രിയമുള്ളവരെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് നിലക്ക് സമൂഹത്തിൽ ശിർക്ക് കലർന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതരായിരിക്കണം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും, മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കും, മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുമോ എന്നുള്ളതാണ്. സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാർ മുഴുവനും താക്കീത് നൽകിയതും അവരുടെ പ്രാർത്ഥനകളും അവരവരുടെ മക്കളോട് ചോദിച്ച ഉപദേശങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താ പ്രാർത്ഥിക്കുന്നത്? വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ വചനം, വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. എന്താ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്? വഇദ് ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ നാടിനെ മക്കയെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വജ്നുബ്നി, എന്നെ നീ അകറ്റണമേ, വബനിയ, എൻ്റെ മക്കളെയും, അൻ നഅബുദൽ അസ്നാം, വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും നീ അകറ്റണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണത്? ഞങ്ങളൊക്കെ മുസ്ലിങ്ങളായിട്ടുണ്ട്, ഇനി അങ്ങോട്ട് ഞങ്ങൾ ശിർക്ക് വരുന്നത്? അങ്ങനെയല്ല, ശിർക്ക് വരും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് അവരൊക്കെ അമ്പിയാക്കന്മാർ അള്ളാഹുവിനോട് ശിർക്കിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിയിട്ടുണ്ട്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അം കുൻതും ശുഹദാഅ ഇദ് ഹളറ യഅഖൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി, മരണസമയത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം തങ്ങളുടെ മക്കളോട് പറഞ്ഞ ആ ഒരു വാർത്തയുണ്ട്, ആ ഒരു ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്?
അവിടുന്ന് തൻ്റെ മക്കളോട് ചോദിക്കുന്നു, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുക? എൻ്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുക? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ മക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഖാലു നഅബുദു ഇലാഹക, അവിടുന്ന് പറഞ്ഞു നിങ്ങളുടെ ആരാധ്യനെ, അതായത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇത്രയും കാലം ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, അതായത് റബ്ബിനെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. വ ഇലാഹ ആബായിക, അതേപോലെ തന്നെ നിങ്ങളുടെ പിതാക്കന്മാരാരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത്, ആരൊക്കെയാണ്? ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും ഏതൊരു റബ്ബിനെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവരെ തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുക. ഇലാഹൻ വാഹിദ, ഏകനായിട്ടുള്ള ഇലാഹിനെ, വനഹ്നു ലഹു മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാകും എന്ന് പിന്നെ മക്കൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് വരില്ലെന്നാണ് പല ആളുകളും വിശ്വസിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, നമ്മളിൽ ഞങ്ങളുടെ ശിർക്ക് വരുന്നത്, നമ്മൾക്കിതൊന്നും വരൂല എന്ന് പറഞ്ഞിട്ട് ശിർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ ഇബ്നു അബ്ബാസിൻ ഖാല സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. മാ മിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅൻ ഇല്ലാ ശുഫിഉ ഫീഹി, ഒരു മുസ്ലിം മരണപ്പെടുകയും ശിർക്ക് ചെയ്യാത്ത 40 പേര് അദ്ദേഹത്തിന് വേണ്ടി ആ ജനാസക്ക് വേണ്ടി നമസ്കരിക്കുകയും ചെയ്താൽ അവരുടെ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ളതാണ്. മയ്യത്ത് നിസ്കരിക്കാരാ? മുസ്ലിങ്ങളാണ് അല്ലെ? വേറൊരു കൗം മയ്യത്ത് നിസ്കരിക്കൂല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താ? മയ്യത്ത് നിസ്കരിക്കുന്നതിൽ ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ. അപ്പൊ എന്ത് മനസ്സിലായി? മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിക്കും, മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിക്കും. മയ്യത്ത് നിസ്കരിക്കണവരിൽ 40 ആൾ ശിർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ നിസ്കരിക്കണവരിൽ എന്തുണ്ടാവും? ശിർക്ക് ചെയ്യണവരും ഉണ്ടാകും. നിസ്കരിക്കണവരാരാ? മുസ്ലിങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പിന്നെ കൃത്യമായി പഠിപ്പിച്ചു തന്നു, പിന്നെ വിഗ്രഹാരാധന തുടങ്ങാതെ എൻ്റെ ഉമ്മത്ത്, ഈ ലോകം അവസാനിക്കൂല എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള. പ്രിയമുള്ളവരെ, മൊഹീദ്ദീൻ ശേഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നയാൾ, അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടുമെന്ന് വിശ്വസിക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മൊഹീദ്ദീൻ ശേഖിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മമ്പുറം തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മമ്പുറം തങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ മുസ്ലിമീങ്ങളും ഇത്തരം പ്രാർത്ഥനകൾ നടത്തുന്ന മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത്തരം ബിംബങ്ങളെ പ്രതിഷ്ഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് കൊടുത്ത ഉപദേശം, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ല, ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്ന് പറയുന്നത് അത് മഹാപാതകമാണ് എന്നുള്ളതാണ്. ഇത്തരം ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തു ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ ഓതുമ്പോൾ പലവരും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെ ശിർക്കിനെതിരെ വിശുദ്ധ ഖുർആൻ സ്ഥാപിച്ചിട്ടും വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ വന്നിട്ടും ഈ ആയത്തുകൾ ഓതിക്കൊണ്ട് തന്നെ ശിർക്ക് ചെയ്യാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന പുരോഹിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസികളെ, ശിർക്കിൻ്റെ തുടക്കം അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ ഇത് സമൂഹത്തിൽ തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. കാരണം അത് നമ്മളെ സ്വർഗത്തിൻ്റെ വിഷയമാണ്, നമ്മൾ ആഖിറത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് ഇത് പഠിച്ചേ പറ്റൂ. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം അത് കുറച്ച് ദീന് അറിയുന്ന ആളുകൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ. സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഞാനെങ്കിലും ശരി, തൗഹീദ് എന്താണ് എന്ന കൃത്യമായ ചിത്രമുണ്ടാകണം, ശിർക്ക് എന്താണ് എന്നുള്ള കൃത്യമായ ചിത്രമുണ്ടാകണം. അതില്ല എങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് കത്തിയാളുന്ന നരകമാണ്. കാരണം പൗരോഹിത്യം ഇന്ന് ഒരുപാട് ആളുകളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. യാതൊരുവിധ മടിയുമില്ലാതെ, റബ്ബിനെ പേടിയില്ലാതെ ശിർക്കൻ വിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മടവൂരാരാണെന്ന് ചോദിക്കുമ്പോൾ പടച്ചോനാണ് എന്ന് പാടാനും പറയാനും മടിയില്ലാത്ത പൗരോഹിത്യം അപ്പുറത്തുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് എവിടുന്ന വന്നത് നമ്മൾ പഠിക്കണം. ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമക്ക് ശേഷം 10 തലമുറക്ക് ശേഷമാണ് പിന്നെ തൗഹീദിൽ ശിർക്ക് സംഭവിക്കുന്നത്.
വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു ബഖറയിലെ 213-ാമത്തെ വചനത്തിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കാനന്നാസു ഉമ്മതൻ വാഹിദ, ജനങ്ങളെല്ലാം ഒറ്റ സമൂഹമായിരുന്നു. ഇപ്പോൾ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടേക്ക് 10 നൂറ്റാണ്ട് വരെ ജനങ്ങളെല്ലാം ഒറ്റ സമൂഹമായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടം എത്തിയപ്പോഴേക്കും വമാ കാനന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫു, വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്തു യൂനുസിലെ 19-ാമത്തെ വചനം, മനുഷ്യരെല്ലാം ഒറ്റ സമൂഹം മാത്രമായിരുന്നു, എന്നിട്ട് അവർ ഭിന്നിച്ചു എന്നാണ്. ഫഖ്തലഫു, പിന്നെ അവർ ഭിന്നിച്ചു എന്നുള്ളതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, കാന ബൈന നൂഹിൻ വ ആദമ 10 ഖുറൂൻ, ആദം നബി അലൈഹിസ്സലാമയുടെയും നൂഹ് നബി അലൈഹിസ്സലാമയുടെയും ഇടയിൽ 10 നൂറ്റാണ്ട് വ്യത്യാസമുണ്ടായിരുന്നു എന്നാണ്. അതായത് ആദം നബി അലൈഹിസ്സലാം വന്നതിന് ശേഷം 10 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? നൂഹ് നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ്, എല്ലാവരും കൃത്യമായ ശരീഅത്തിലായിരുന്നു, അതായത് തൗഹീദിലായിരുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ പിന്നീട് ഇങ്ങോട്ട് 10 തലമുറ എന്തായിരുന്നു? കൃത്യമായ തൗഹീദിലായിരുന്നു. ഫഖ്തലഫു, അവർ ഭിന്നിച്ചു. അവർ പിന്നീട് ഭിന്നിച്ചു. ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ, പിന്നെ താക്കീതുകാരനായി സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. അങ്ങനെയാണ് നൂഹ് നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. നിങ്ങളിലേക്ക് ശിർക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അവിടുന്ന് പറയുന്നുണ്ട്, ആദം സന്തതികളിൽ സംഭവിച്ചിട്ടുള്ള ആദ്യ ശിർക്ക് അത് ഇതായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയിൽ സംഭവിച്ചിട്ടുള്ള ശിർക്കാണ് ആദ്യം മനുഷ്യരുടെ കൂട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള ശിർക്ക് എന്നുള്ളതാണ്. അത് നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയിലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയിലുള്ളവർ, അവർ പ്രധാനപ്പെട്ട 5 ആളുകളെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. അവരുടെ പേരുകൾ വിശുദ്ധ ഖുർആൻ 71-ാം അധ്യായം സൂറത്തു നൂഹിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു കൃത്യമായി എടുത്തു പഠിപ്പിച്ചു തന്നു. വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ. വഖാലൂ, അവർ പറഞ്ഞു, നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ജനത 10 നൂറ്റാണ്ടിന് ശേഷം ഭിന്നിച്ചു പോയിട്ടുള്ള ആ സമൂഹം അവർ പറയാണ്, ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ ആരാധ്യന്മാരെ കൈയൊഴിയരുത്, ഒഴിവാക്കരുത്. വലാ തദറുന്ന, നിങ്ങൾ ഒഴിവാക്കരുത്, വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ, വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും അവർ വിളിച്ച ആരാധ്യന്മാരായിരുന്നു, അവരെ നിങ്ങൾ ഒഴിവാക്കരുത് എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഹിയ അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. ഈ വദ്ദും സുവാഉം യഗൂസും യഊഖും നസ്റൊക്കെ ഉണ്ടല്ലോ, ഒരാരും മോശപ്പെട്ടവരല്ല, ഒരാരും ആളുകളെ വഴിപിഴപ്പിച്ചവരല്ല. അവരാരാണ്? റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളായിട്ടുള്ള മനുഷ്യന്മാരാണ്. ഫലമ്മാ ഹലകൂ, അവർ മരിച്ചപ്പോൾ ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം, ശൈത്താൻ അവരിലേക്ക് ദുർബോധനവുമായി കടന്നു വന്നു. അൻസിബൂ ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന ഫീഹാ അൻസാബൻ വസമ്മൂഹാ ബിഅസ്മാഇഹിം. ശൈത്താൻ വന്നിട്ട് ആ കൗമിനോട്, ആ ജനതയോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തോളയും, ഇവരെ ഒരു പ്രതിമ ഉണ്ടാക്കിക്കൊളയും, എന്നിട്ട് അവർ ആ പ്രതിമയ്ക്ക് അവരുടെ പേരുകൾ നൽകി അവരെവിടെയാണോ ഇരുന്നിരുന്നത് അവിടെ നിങ്ങൾ സ്ഥാപിച്ചോളി. ഒന്നും വേണ്ട, ഓരൊക്കെ ഇങ്ങനെ ഇവിടെ നല്ല ആൾക്കാരൊക്കെ ജീവിച്ചിരുന്നു എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്, വേറൊന്നും വേണ്ട. ഫഫഅലു, അങ്ങനെ അവർ ഇത് ചെയ്തു. ഈ വദ്ദിൻ്റെയും സുവാഇൻ്റെയും യഗൂസിൻ്റെയും യഊഖിൻ്റെയും നസ്റിൻ്റെയും ഒക്കെ പ്രതിമകൾ ഉണ്ടാക്കി അതിനവർക്ക് പേര് നൽകി അവരിരുന്നിരുന്നിടത്ത് എന്ത് ചെയ്തു, അവരത് സ്ഥാപിച്ചു. എന്നിട്ടോ ഫലം തുഅബദ് ഹത്താ ഇദാ ഹലക ഉലൈക്, ആ ജനങ്ങൾ മുഴുവനും നശിക്കുന്നത് വരെ ഒരാളും അതിനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, ഒരാളും അതിനെ വിളിച്ചു പ്രാർത്ഥിച്ചില്ല. അതേപോലെ തന്നെ വതനസ്സഖുൽ ഇൽം, അങ്ങനെ ആ സമൂഹം കടന്നുപോയി, അടുത്ത സമൂഹം കടന്നു വന്നു. ഇവരെന്തിനാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ള അറിവ് ഉയർത്തപ്പെട്ടു. അതാർക്കും മനസ്സിലാകാത്തൊരു കാലഘട്ടം എത്തി. അങ്ങനെയോ ഉബിദത്, അവരെ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ എന്തിനാണ് ഇത് ഉണ്ടാക്കിയത്? ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട്, ഒരു ബിംബത്തെ അല്ലെങ്കിൽ ഒരു രൂപത്തെ അവരുണ്ടാക്കി വെച്ചു. ആ ജനത ഉണ്ട് പോയപ്പോൾ അടുത്ത ജനത വന്നപ്പോൾ ഇത് എന്തിനാ ഉണ്ടാക്കിയത് എന്നുള്ള സംഗതി എന്ത് ചെയ്തു, ഒരു മറന്നു.
പിന്നെ അതിനെ ആരാധിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് സമൂഹത്തിൽ ആദ്യം ശിർക്ക് കടന്നു വന്നത് എന്നുള്ളത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരുന്ന നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്തു സംഭവിച്ചാലും ശിർക്ക് ചെയ്യാൻ പാടില്ല. എന്തു സംഭവിച്ചാലും ശരി, ശിർക്ക് സംഭവിക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൻ അബിദ്ദർദ ഖാല ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ കൂട്ടുകാരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് വസിയ്യത്ത് നൽകി, എന്നെ ഉപദേശിച്ചു. എന്താ ഉപദേശിച്ചത്? അല്ലാ തുശ്രികൂ ബില്ലാഹി ഷൈഅ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. വഇൻ ഖുത്തിഅത, നിന്റെ ശരീരം കഷ്ണങ്ങളാക്കപ്പെട്ടാലും ശരി, നിന്നെ കഷ്ണങ്ങളായി മുറിച്ചാലും ശരി, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. വഹുരിഖത, അതേപോലെ തന്നെ നിന്നെ കത്തിച്ച് കളഞ്ഞാലും ശരി, നീ റബ്ബിൽ പങ്കു ചേർക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവൻ, അതേപോലെ തന്നെ ബദരീങ്ങളുടെ പേര് വിളിക്കാത്തവൻ, ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവൻ ഈ മഹലിൽ വേണ്ടതില്ല. അവനെ ഊരുവിലക്കുമെന്ന് പറഞ്ഞാലും ശരി, അതേപോലെ തന്നെ മഹൽ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞാലും ശരി, ഇവിടെ നിക്കാഹ് നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാലും ശരി, എന്തു തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കുന്നതിൻ്റെ പേരിൽ നിനക്ക് അനുഭവിക്കേണ്ടി വന്നാലും ശരി, നിന്റെ ശരീരം തന്നെ കൊത്തി നുറുക്കുന്ന സാഹചര്യം ഉണ്ടായാലും ശരി, നിന്നെ കത്തിച്ച് കളയുന്ന സാഹചര്യം ഉണ്ടായാലും ശരി, ശിർക്ക് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ഊരുവിലക്കുണ്ടാവും, മഹല്ല് ബഹിഷ്കരിക്കും. ഇവിടെ നിന്നെ ഖബർസ്ഥാനിൽ ഇവിടെ ഖബറടക്കൂല എന്ന് പറയും. അത് നാട്ടുകാരുടെ ഉത്തരവാദിത്തം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല, അത് നാട്ടുകാരാണ് പിന്നെ അതിന് ഉത്തരവാദി. റബ്ബ് ഓരോടാ ചോദിക്കുക, എന്തുകൊണ്ട് എൻ്റെ ശരീരത്തെ ഖബറിൽ വെച്ചില്ല എന്ന് എന്നോടല്ല ചോദിക്കുക, എൻ്റെ നാട്ടിലുള്ള ആളുകളോടാണ് ചോദിക്കുക. അത് ഓരോ ഉത്തരവാദിത്തം. അതുകൊണ്ട് നമ്മളെ മയ്യത്ത് ഖബറിൽ വെക്കൂല എന്നുള്ള ബഹിഷ്കരണം വന്നാലും ശരി, തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കും. നിങ്ങൾ മയ്യത്ത് വെച്ചില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ഇനി തോട്ടക്ക് വലിച്ചെറിയാലും ശരി, ഞാൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് വ്യതിചലിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ശിർക്ക് ജീവിതത്തിൽ ലവലേശം പോലും സംഭവിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് വിഗ്രഹാരാധന തുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന അതിൻ്റെ പല അലയൊലികളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പുരോഹിതന്മാർ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് ബാക്കി ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ മാത്രം വിളിച്ച് ആരാധിക്കുന്ന, അവന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന യഥാർത്ഥ മുവഹിദുകളിൽ അള്ളാഹു നമ്മെ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കാനും അതുച്ചരിച്ച് മരിക്കാനും ഉള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا وأجر والدنا من النار. رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. والسلام عليكم ورحمة الله وبركاته.